2-3 ദിവസങ്ങൾക്ക് മുൻപ് മമത ഒരു വലിയ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. ആരോപണം ഇതാണ്: കേന്ദ്രസേനയുടെ വേഷത്തിൽ RSSകാർ പോളിംഗ് ബൂത്തിൽ ബംഗാളിൽ എത്തിയിരിക്കുന്നു എന്ന്. എന്താണ് മമത പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ? മമത ഒരിക്കലും കേന്ദ്രസേനയെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, മറിച്ച് ആരാണ് ഈ കേന്ദ്രസേനയുടെ വേഷത്തിൽ വന്ന RSSകാർ? നിലവിൽ കേന്ദ്രസേനയിലുള്ള ആളുകളല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വന്ന വിരമിച്ച കേന്ദ്രസേനയുടെ മുൻകാല ഉദ്യോഗസ്ഥരാണ് RSSകാരായി പോളിംഗ് ബൂത്തിലെത്തിയിരിക്കുന്നത് എന്നാണ് മമത പറഞ്ഞത്. ഇതിനെ വളച്ചൊടിച്ചാണ് സംഘപരിവാർ പ്രചരിപ്പിച്ചത്. കേന്ദ്രസേനയ്ക്കെതിരെ, രാജ്യത്തിൻ്റെ സൈന്യത്തിനെതിരെ മമത എന്ന് പറഞ്ഞാണ് സംഘപരിവാർ ഇതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചത്. സത്യാവസ്ഥ എന്ന് പറയുന്നത്, ബംഗാളിലെ പല പോളിംഗ് ബൂത്തുകളിലും ഇത്തരക്കാർ, അങ്ങനെ വിരമിച്ച RSSനോട് കൂറു പുലർത്തുന്ന, BJPയോട് കൂറു പുലർത്തുന്ന ഉദ്യോഗസ്ഥർ ചെയ്തത്, വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരോട് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇത് വെറുതെയൊന്നുമല്ല മമത പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള തെളിവുകൾ, വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മമത ഇക്കാര്യം വ്യക്തമാക്കി പറഞ്ഞത്. അപ്പോൾ ബംഗാളിൽ മമത BJPയെ ഒറ്റയ്ക്ക് നേരിടുന്നു, RSSനെ ഒറ്റയ്ക്ക് നേരിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നമുക്ക് വെക്കേണ്ടി വരും. കാരണം എല്ലാ ഭാഗത്തു നിന്നും BJP വേട്ടയാടൽ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ബംഗാൾ മുന്നോട്ട് വെച്ച ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത്, വെല്ലുവിളി എന്ന് പറയുന്നത് മമത തന്നെയാണ്. മമത പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബംഗാളിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി യോഗിയെ തടഞ്ഞു, അമിത്ഷയെ തടഞ്ഞു, മോദിയെ വരെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തിയ മമതയോട് ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു വൈരാഗ്യം നിലവിൽ BJPയുടെ നേതാക്കന്മാർക്കുണ്ട്. അത് ഏത് രീതിയിൽ തീർക്കണമെന്ന് അവർ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ കൃത്രിമം നടത്തി വോട്ടുകൾ നേടി ആ വോട്ടിലൂടെ ബംഗാളിൽ ഒരു തരംഗം സൃഷ്ടിച്ച് മമതയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ തന്നെയാണ് BJPയുടെ അണിയറ നീക്കം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വിരമിച്ച കേന്ദ്ര ഉദ്യോഗസ്ഥന്മാര്, RSSനോട് കൂറു പുലർത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ ബംഗാളിലേക്ക് തിരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് അയച്ചിട്ടുള്ളത്. ഈ നീക്കത്തെ മമത പൊളിച്ചടുക്കി എന്ന് വേണം പറയാൻ. അതായത് ഒരു 50% മമതയ്ക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. എന്നാൽ പോലും മമത ഇപ്പോൾ പോലും പറയുന്നുണ്ട്, അന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി വന്നത് വിരമിച്ച ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരിൽ 90% RSSകാരാണെന്ന് മമത ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടത് മമത കൃത്യമായി തെളിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.